കഴിഞ്ഞ ദിവസം നടന്നൊരു ഇൻസിഡന്റ് ആണ്. രണ്ട് ചെറിയ പെൺമക്കളെയും കൊണ്ട് ഒരമ്മ ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഒരുപാട് കൂട്ടക്കൊലപാതക പരമ്പരകൾ നടന്ന കൂട്ടത്തിൽ ശ്രദ്ധിക്കാതെ പോയൊരു ന്യൂസാണിത്. ഭർത്താവിന്റെയും ഭർത്തൃ വീട്ടുകാരുടെയും കൊടും പീഡനം സഹിക്ക വയ്യാതെയാണ് ഈ സ്ത്രീക്ക് ഈ ഒരു അവസ്ഥ വന്നത്. BSc വരെ പഠിച്ചൊരു സ്ത്രീയാണെന്ന് ഓർക്കണം. ജോലിക്ക് പോലും വിടാണ്ട് അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ലൈംഗികമായിട്ടും ഉപദ്രവിച്ച് ഇവരെ ആത്മഹത്യയിലിട്ട് തള്ളിവിടുമായിരുന്നു ഭർത്താവിന്റെ കുടുംബം. വീണ്ടും വീണ്ടും മാനസികമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പാതിരിയായിട്ടുള്ള ഭർത്താവിന്റെ സഹോദരൻ. ഗാർഹിക പീഡനം റിപ്പോർട്ട് ചെയ്യുന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുമായിട്ടുള്ള ഇഷ്ടം പോലെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പല പെൺകുട്ടികളും സഹിച്ചങ്ങ് കഴിയുവാണ്. സഹിയിട്ട് ചിലർ ഇതുപോലെ ആത്മഹത്യയും ചെയ്യും. ഇതൊക്കെ കൊണ്ടാണ് പല പെൺകുട്ടികളും കല്യാണം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല സ്ത്രീകൾക്കും പേടിയായിരിക്കും ഇതിന്റെ അടിയിൽ ഒരു കമന്റ് പോലും അടിക്കാൻ. കാരണം അതിന്റെ പേരിലായിരിക്കും അടുത്ത അടിയും ചവിട്ടും കുത്തും. എല്ലാ കുടുംബത്തിലും കാണും ഒരു വണ്ടിക്കാളെ പോലെ ഒരുത്തൻ. ഒരു കുടുംബം നോക്കുന്നതും വീട് വെക്കുന്നതും അല്ലെങ്കിൽ ചേട്ടനെ അനിയനെ കെട്ടിക്കുന്നതും അല്ലെങ്കിൽ പെങ്ങളെ കെട്ടിച്ചു വിടുന്ന ഒരുത്തൻ ഉണ്ടാവും. ബാക്കി എല്ലാവരും തിന്ന് സൂഹിച്ച് ഇവന്റെ ചെലവിൽ അങ്ങ് ജീവിക്കാനും. ഇവനെങ്ങാനും പോയൊരു കല്യാണം കഴിച്ചാൽ പിന്നെ എല്ലാവർക്കും ഇവനായിരിക്കും ശത്രു. അന്ന് തുടങ്ങും അവിടെ പ്രശ്നം. പിന്നെ ഈ കയറി വരുന്ന പെണ്ണിനെ അവിടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല ഇവര്. ഇവരുടെ അനാവശ്യ ചെലവുകൾക്ക് വേണ്ടി ഇനി പൈസ കിട്ടൂല എന്നുള്ള പേടിയായി കള്ളക്കൂട്ടങ്ങൾക്ക്. ഇനി അങ്ങനെ പണിക്ക് പോണ്ടി വരുമോ, ഇതുപോലെ കള്ളത്തീറ്റ അടിക്കാൻ ഇനി കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ ഉള്ളൊരു പേടി അവറ്റകൾക്ക്. ഇതുപോലുള്ള കുടുംബങ്ങളുടെ മെയിൻ ആയുധം എന്ന് പറഞ്ഞാൽ മതത്തെ മുന്നിൽ നിർത്തിയിട്ട് നമ്മളെ ഇമോഷണൽ ആയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യലാണ്. ഇതൊന്നും സഹിക്കാൻ വയ്യാണ്ട് ചിലർ ആത്മഹത്യ ചെയ്യും, ചിലർ ജീവനും കൊണ്ട് എവിടേക്കെങ്കിലും ഓടിപ്പോവും. എന്തൊക്കെ സംഭവിച്ചാലും ഇനിയിപ്പോൾ ആരെങ്കിലും ചത്താലും ഇത്തരക്കാരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ സുഖപോലുകളൊക്കെ അനുഭവിച്ച് അവിടെ തന്നെ അങ്ങനെ കല്ല് പോലെ നിൽക്കും. ഇത്തരക്കാരെ ആർക്കും തിരിച്ചറിയാനും പറ്റത്തില്ല, അവരവിടെ സുഖിച്ച് നിൽക്കും. ഈ കേസിലെ ഭർത്താവിന്റെ സഹോദരൻ ഒരു പാതിരിയാണ്. ഇത്തരം ടോക്സിക് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവും. അവരെ നമുക്ക് തൊടാനും പറ്റത്തില്ല, തിരിച്ചറിയാനും പറ്റത്തില്ല.